റീസർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാൻ സർക്കാരിന്റെ തീരുമാനം. വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടയ്ക്കാൻ അനുമതി നൽകി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കും. സമീപത്ത് സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുവദിക്കില്ല. 24 എക്സ്ക്ലൂസീവ്. റീസർവേ നടപടികൾ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂവുടമകൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഈ തീരുമാനം. 200 വില്ലേജുകൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിരുന്നെങ്കിലും അധിക ഭൂമി കണ്ടെത്തിയ സർവേ നമ്പറുകളുടെ ഭൂരേഖ കൃത്യമാക്കുന്നതിൽ തീരുമാനമാകാത്തതുകൊണ്ട് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നില്ല. ഭൂമി അളന്നപ്പോൾ കൂടുതൽ കണ്ടെത്തിയ സ്ഥലങ്ങളിലെ രേഖ കൃത്യമാക്കണമെങ്കിൽ നിയമനിർമ്മാണം വേണം. നിയമം വൈകുന്ന കണക്കിലെടുത്താണ് അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുന്നത്. വ്യവസ്ഥകൾക്ക് വിധേയമായി കരമനുമതി നൽകാനാണ് തീരുമാനം. അധികം ഭൂമിയുള്ള ഭൂവുടമയ്ക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുമ്പോൾ ചുറ്റുമുള്ള ഭൂവുടമകൾക്ക് ഭൂമി കുറഞ്ഞോ എന്ന പരാതിയുണ്ടോ എന്ന് നോക്കും. പരാതി ഉണ്ടെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡ്സിൽ തന്നെ അറിയാനാകും. പരാതി ഉണ്ടെങ്കിലും അധികം ഭൂമിക്ക് കരമടയ്ക്കാം. എന്നാൽ സമീപത്തെ ഭൂവുടമകളുടെ പരാതിയിൽ അന്തിമ തീർപ്പ് എതിരായാൽ അധിക ഭൂമി തിരികെ നൽകേണ്ടി വരുമെന്ന് മാത്രം. കരമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതിൽ ആദ്യമുള്ള ഭൂമിയും അധിക ഭൂമിയും വെവ്വേറെ രേഖപ്പെടുത്തുകയും ചെയ്യും. അധിക ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ ഭൂമിക്ക് സമീപത്താണെങ്കിൽ കരമടയ്ക്കാൻ അനുമതി ഉണ്ടാകില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഭൂവിസ്തീർണം കുറവില്ലെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ കരമടയ്ക്കാൻ അനുമതി നൽകുകയുള്ളൂ. ഈ വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടയ്ക്കാൻ അനുമതി നൽകൊണ്ട് റവന്യൂ വകുപ്പ് ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കും. റീസർവേയിൽ അധികമായി ലഭിച്ച ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാനുള്ള റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ഭൂവുടമകൾക്ക് പ്രയോജനകരമാണ്. ഭൂമി വിൽക്കുമ്പോഴും മറ്റും ഇത് ഗുണം ചെയ്യും. എന്നാൽ അധികമായി ലഭിച്ച ഭൂമിയിൽ പൂർണ്ണമായി അവകാശം കൈവരണമെങ്കിൽ നിയമനിർമ്മാണം പൂർത്തിയാകേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് ആർ. ശ്രീജിത്ത്, 24.